ആകെ മോഹൻലാലിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തപ്പോൾ മോഹൻലാൽ ഇങ്ങനെ ഭയങ്കര കമൻറ്റ് പാസ്സാക്കും. ഭയങ്കരമായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് സ്ഫടികം. അന്നൊക്കെ ഞാൻ വളരെ ചെറുപ്പമാണ്. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കമൻ്റ് അടിക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. ചെറുപ്പം കൂടിയല്ലേ, നമുക്കൊരു വല്ലാത്തൊരു, ഞാനാകെ നിന്നുകൊണ്ട് വേർക്കും. എൻ്റെ അമ്മയെ നാട്ടിച്ച് പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ താനും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചേച്ചിയുടെ കൂടെയൊക്കെ മോഹൻലാൽ ഒത്തിരി പടമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രജ ചെയ്തപ്പോൾ ഞാൻ ലാലേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തൂക്കിയല്ലോ നാദാ. എന്താ ജോളി എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ കളിയാക്കും, നിരന്തരം നമ്മൾ കളിയാക്കും. ലാലേട്ടൻ ചോദിച്ചു, എന്താ ജോളി, എന്താ പ്രശ്നമാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്, കുട്ടികളൊക്കെ ഉള്ളതാണ്, പ്രായമുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് പാസ്സാക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. അതാ അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. ഞാൻ ഒരുമാതിരിപ്പെട്ട ഒന്നും അങ്ങനെ കുലുങ്ങുന്ന കൂട്ടത്തിലല്ല. എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നമില്ല, പുതിയൊരാളാന്നുള്ള പേടിയൊന്നുമില്ല. പക്ഷെ എന്നിട്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഒരു പുതിയ കുട്ടിയുടെ അടുത്ത് അങ്ങനെ പറയരുത്. അവർ കുറച്ചൊന്നായതിനു ശേഷം അതൊന്നും നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അയ്യോ ജോളി സോറി അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വളരെ മോശമായിപ്പോയി. ഇങ്ങനെ അത് പറയാനുള്ള ഒരു ധൈര്യം സാധാരണ ആർക്കും ആ ഒരു, കാരണം ഇവരൊക്കെ ലാലേട്ടനൊക്കെ സൂപ്പർ താരങ്ങളാണ്. അവരുടെ ഇതെടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഇനി അടുത്ത സിനിമ ചാൻസ് കിട്ടാതിരിക്കും. എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. ഇല്ല 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 അങ്ങനെയുള്ള പേടിയില്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഞാൻ പോകുന്നു. ബൈ ബൈ.